വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ അന്നമനട സ്വാശ്രയ കർഷക സമിതിയുടെ വാർഷിക പൊതുയോഗവും ആദരവ് പരിപാടിയും നടന്നു. മന്ത്രി ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. ഇതിനൊരു കെട്ടിടം കൂടി ഇവിടെ പ്രഖ്യാപിച്ചാലേ ഇവിടുന്ന് പോകാൻ സാധിക്കുന്നുള്ള ഭീഷണിയൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ തന്നെ നമുക്കത് പരിഗണിക്കാം. ഇപ്പോൾ തന്നെ എത്ര എന്ന് പറയുന്നില്ല. അതിൻ്റെ സാമ്പത്തിക സാഹചര്യങ്ങൾ നോക്കിയതിനു ശേഷം അന്നമനടയിലെ ഈ VFPCക്ക് ഒരു പ്രത്യേക പരിഗണന എൻ്റെ നൽകാമെന്നുള്ള കാര്യം സൂചിപ്പിക്കുകയാണ്. ഇവിടെ സ്വാശ്രയമായി കർഷകരെ സഹായിക്കുന്നതിന് രൂപം കൊടുത്തിട്ടുള്ള നമ്മുടെ 1956 ഇന്ത്യൻ കമ്പനി ആക്ടിലെ സെക്ഷൻ 25 പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കമ്പനികളാണ് കേരളത്തിലെ VFPCക്ക് എന്ന് പറയുന്നത്. പഴം പച്ചക്കറി മേഖലയുടെ സമഗ്രമായ വികസനം ലക്ഷ്യമിട്ട് സ്ഥാപിതമായിട്ടുള്ള ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട നിരവധിയായ കാര്യങ്ങൾക്ക് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്. കേരള സർക്കാരിൻ്റെ ഓഹരികളും അതുപോലെ തന്നെ വിവിധ കർഷകരുടെ സ്വയം സഹായ സംഘങ്ങൾക്ക് 50% ഓഹരികളും അതുപോലെ തന്നെ അനുബന്ധ സാമ്പത്തിക സൗകര്യങ്ങൾ ഒരുക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെ 20% ഓഹരികളുടെ പ്രക്രിയയിലാണ് ഈ കമ്പനി രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. അന്നമനട SKS പ്രസിഡന്റ് SK സത്താർ അധ്യക്ഷത വഹിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത സജീവൻ മുഖ്യാതിഥിയായ ചടങ്ങിൽ മികച്ച കർഷക ഗ്രൂപ്പ്, ഏറ്റവും കൂടുതൽ ഉൽപ്പന്നം കൊണ്ടുവന്ന കർഷകൻ, മുതിർന്ന കർഷകൻ, ഏറ്റവും നല്ല കച്ചവടക്കാരൻ എന്നിവരെ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സാജൻ കൊടിയൻ, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ധന്യ ദേവദാസ്, VV ബേബി, അനുപമ രാജ, നിർമ്മൽ സി പാത്താടൻ, EB പ്രസാദ്, അലീന റോസ് പീറ്റർ, മുഹമ്മദ് അനസ്, CP ജെന്നി എന്നിവർ സംസാരിച്ചു.